പഴുത്ത 2 പഴവും റവയും കൊണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കേട്ടോ. അതിനായിട്ട് നെയ്യ് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കാഷ്നട്ട് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കാം. അതേ നെയ്യിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് റവ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് പച്ചമണം മാറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം പഴുത്ത 2 പഴവും കൂടി കട്ട് ചെയ്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ടയും അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടതാ ഇതേപോലെ. ഇനിയിപ്പോൾ പഴത്തിൻ്റെ മിക്സിലേക്ക് ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്നട്ടും കൂടി അങ്ങ് മിക്സ് ചെയ്തിട്ട് ചൂടായ സോസ് പാനിൽ കുറച്ച് നെയ്യ് വറ്റിയ അതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ അപ്പച്ചട്ടിയുടെ മേളിലേക്കാട്ടോ വെച്ച് കൊടുക്കുന്നത്. ഒരു 20 മിനിറ്റ് അത്ര മാത്രം മതിയാവും. അപ്പോൾ മേൽവശവും കൂടി പതുക്കെ ഒന്നങ്ങ് തിരിച്ചിട്ട് ഇതേപോലെ ഒന്നങ്ങ് മുരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.